നമസ്കാരം. ഞാൻ ഷാജഹാൻ. തലശ്ശേരി ജോസ്ഗിരി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ഒരു അഗതി മന്ദിരമുണ്ട്. അപ്പോ ആ അഗതി മന്ദിരത്തിൽ ഞാൻ രാവിലെ പോയിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് അച്ഛന്മാരും ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്. അവരെ വിശേഷം കാരണമൊക്കെ അന്വേഷിച്ച് അതിലൊരമ്മ പേര് ഗിരിജ. അപ്പൊ അമ്മ ഒരു സങ്കടമുള്ള കാര്യം പറഞ്ഞു. അമ്മക്കൊരു മോനുണ്ട്, വിനോദ് കുമാർ. ആ മകന്റെ 21 വയസ്സിലാണ് ആ അമ്മ ലാസ്റ്റായിട്ട് ആ മോനെ കണ്ടത്. ഇപ്പൊ മോനിക്ക് 47 വയസ്സായിട്ടുണ്ടാവുന്ന അമ്മ പറയുന്നത്. അപ്പോ അമ്മക്കിപ്പോ ആകെയൊരു ആഗ്രഹം ആ മോനുമായിട്ട് ഒരു ദിവസമെങ്കിലും കഴിയണം എന്നാണ്. ഇന്ന് രാവിലെ ആ അഗ്നിമന്ദിരത്തിന്റെ പുറത്ത് വളരെ പേപ്പർ വായിച്ചത് കാണാം. ആ മോനെ പെണ്ണുന്ന് അമ്മനെ കാണാൻ വരുന്ന പ്രതീക്ഷയില് ഇന്നും ആ അമ്മനോട് പറഞ്ഞ് ഞാൻ രാവിലെ എന്റെ മോനെ കാണാനൊരു സ്വപ്നത്തിലുണ്ടായത്. അപ്പോഴാണ് ഷാജഹാന്റെ വേറെ വരുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ, ആ വിനോദ് കുമാർ ആളെടുത്ത് ഈ വീഡിയോ എത്തിക്കാം, അല്ലെങ്കിൽ വിനോദ് കുമാറിന് അറിയുന്ന ആരെന്തെങ്കിലും എത്തിക്കാൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അമ്മ എന്താ പറയുന്നത് നേരിട്ട് കേൾക്കാം. പേരെന്താ? എന്റെ പേര് ഗിരിജ. ഗിരിജ. കെ പി ഗിരിജ. ഒരു ശരിയായ വീട് എവിടെ? ഞങ്ങളെ ഇവിടെ തലശ്ശേരിയിലാണ് ജനിച്ചു വളർന്നൊക്കെ. കല്യാണം കഴിച്ചുകൊണ്ടായത് കോഴിക്കോട്. അവിടെ 21 കൊല്ലം ജീവിച്ചു. മോനുണ്ടായത് തലശ്ശേരിയിൽ ജനിച്ചിട്ട്, തലശ്ശേരി ആശുപത്രിയിൽ ജനിച്ചിട്ട് കോഴിക്കോട് അവൻ പഠിച്ചു വളർന്നൊക്കെ. 10ാം ക്ലാസ് വരെ കോഴിക്കോടാണ് പഠിച്ചത്. ഇപ്പൊ നിങ്ങൾ മോനെ കണ്ടിട്ട് ഇപ്പൊ എത്രയായി? കണ്ടിട്ട് ഇപ്പം കൊല്ലം എത്രയെന്ന് എനിക്ക് ഓർമ്മ. എത്ര വയസ്സിലാ കണ്ടേ? 21 വയസ്സായിട്ടുണ്ടാവും എന്നെ കാണാൻ വരില്ല. ഇപ്പൊ 47 വയസ്സായി. 25 കൊല്ലം, 26 കൊല്ലായി. അവരുടെ പേര് വിനോദ് കുമാർ, KM വിനോദ് കുമാർ. അവൻ കല്യാണം കഴിച്ച എറണാകുളത്ത് നിന്നാണ്. നാട് വിട്ട് പോയപ്പോൾ എറണാകുളത്താണ് ഉണ്ടായത്. അവിടെ അനാഥാലയത്തിന് ഒരു മോളെ കല്യാണം കഴിച്ച് പിന്നെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് കൽക്കത്തയിൽ പോയി. കൽക്കത്തയിൽ ഇരിക്കുമ്പോൾ ഞാനൊരു വീട്ടിൽ മാഹിലൊരു വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ രാത്രി എന്നെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അമ്മേനെ കാണാൻ വരുന്നുണ്ട്, അമ്മേനെ എനിക്ക് വേണം, മറ്റവർക്ക് രണ്ടാൾക്കും വേണ്ടെങ്കിലും എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്. അവൻ കല്യാണം കഴിച്ച് ഭാര്യയും 2 മക്കളും ഉണ്ട്. അപ്പം അനാഥാലയത്തിനെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞത് വലിയ അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ. ഇങ്ങനെ ഒരു മോൾക്കൊരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞാൽ 2 മക്കളുള്ളതിന് മോള് പ്രായം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. അന്നേരം എന്നെ വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചിറകൊന്നും ഇല്ലാതെ മോനെ ഓടി വരാൻ വേണ്ടിയിട്ട്. ചിറകുണ്ട ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എനിക്ക് എൻ്റെ മോനെ എടുത്ത് 2 ദിവസം ഇരിക്കണം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ വിനോദ് കുമാർക്ക് എന്ന മോനെ കണ്ടുപിടിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു കാലം വിഷമിക്കണ്ട. ഒരു മോനും ഒരു മോളും ഉണ്ട്. ഒരു മോളാ മൂത്തത്. ഭാര്യന്റെ പേര് പിന്നെ ദീപ എന്നാ പേര്, രഞ്ജിനി പേര്, ദീപ എന്ന് വിളിക്കും. അവരിപ്പോ എവിടെയല്ലേ? അവന്റെ കൂടെ തന്നെ. അവന്റെ കൂടെ തന്നെ ഹൈദരാബാദിൽ ഉണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ.